വാസ്തവത്തിൽ എല്ലാ കാലത്തുമുള്ള മനുഷ്യരെ, ചില മനുഷ്യരെ മോശം മനുഷ്യരും അധമ മനുഷ്യരും ചിലരെ സ്പെഷ്യലും ആക്കുന്നത് മതമാണെന്നുള്ളൊരു പരാമർശം കേട്ടപ്പോൾ തോന്നിയതാണ്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുക എന്നുള്ളത് ശരിക്ക് ഇസ്ലാമിൻ്റെ സ്വഭാവമാണ്. ഞങ്ങൾ പറയുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ, ഞങ്ങൾ എന്നുള്ള വാക്ക് ആ ഒരു സെൻസിൽ മാത്രം ഉപയോഗിച്ചതാണ്. ഗോത്രകാല മനുഷ്യൻ, മധ്യകാല മനുഷ്യൻ, പൂർവാധുനിക മനുഷ്യൻ, ആധുനിക മനുഷ്യൻ, ഉത്തരാധുനിക മനുഷ്യൻ, ഇങ്ങനെയൊന്നുമില്ല. മനുഷ്യനേ ഉള്ളൂ. പഴയകാല മനുഷ്യരുടെ സ്വഭാവം മാറി മാറി നമ്മളിപ്പോൾ പരിഷ്കൃത മനുഷ്യരായി എന്നൊക്കെ ഉള്ളത് ഉപായവും ഉപകരണവും മാറുന്നുണ്ടാവാം. ബേസിക്കലി മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ നീഡ്സ് ഒന്നും മാറുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ ഇൻ്റർവ്യൂവിൽ ഞാനത് പറഞ്ഞു തോന്നും അല്ലേ, ഈ ഉറങ്ങുക, മൂത്രമൊഴിക്കുക, വെള്ളം കുടിക്കുക, കാഷ്ടിക്കുക, ഭക്ഷണം കഴിക്കുക, ലൈംഗികത ഏർപ്പെടുക, വസ്ത്രം ധരിക്കുക, പാർപ്പിടം കെട്ടുക, വിനോദങ്ങൾ ഏർപ്പെടുക, കലാകായികം, സംഗീതം, ലഹരി, ഇതൊക്കെയാണ് ഫ്രം ദ ഫസ്റ്റ് ഹോമോസാപ്പിയൻ ടു ദി ലാസ്റ്റ് ഹോമോസാപ്പിയൻ ആവശ്യങ്ങൾ. അധികാര ലഹരി, പണലഹരി ഒക്കെ വരും. അപ്പോൾ ഇതെല്ലാ മനുഷ്യരും ഒന്നാണെന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്ലാമിൽ സെമിറ്റിക് മതങ്ങൾ, ഇസ്ലാം മാത്രമല്ല, ഒന്നാമത്തെ മനുഷ്യൻ ആദം എന്ന് പറയും. ആദം എന്നുള്ള അറബ് വാക്കിൻ്റെ അർത്ഥം ഭൂമിക്ക് വെളിയിലുള്ള പൊടിമണ്ണ് എന്നാണ്. അപ്പോൾ മതത്തിൻ്റെ ഉള്ളിലുള്ളൊരു ഫിലോസഫിക്കൽ ചർച്ചയുണ്ട്. ഇത്രയും വലിയൊരു സ്പെഷ്യൽ സൃഷ്ടിയെ ദൈവം സൃഷ്ടിക്കുകയാണെങ്കിൽ വല്ല പൊന്നുകൊണ്ടോ മരതകം കൊണ്ടോ മാണിക്യം കൊണ്ടോ ഒക്കെ സൃഷ്ടിക്കണ്ടേ? എന്തിനാണ് ഈ മണ്ണിൽ നിന്ന് എന്തിനാണ് സൃഷ്ടിച്ചത്? അപ്പോൾ അതിൻ്റെ ന്യായം പറഞ്ഞത്, ലോജിക്ക് പറഞ്ഞത്, ഒരു ലോഹത്തെ മറ്റൊരു ലോഹത്തിൻ്റെ ഒപ്പം കൂട്ടിമുട്ടിക്കാൻ, ഇപ്പോൾ ഒരു കല്ലിനെ വേറെ കല്ലിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവിട്ടാൽ ഏതാണ് ആദ്യമുള്ള കല്ല്, ഏതാണ് രണ്ടാമത്തെ കല്ല് എന്നുള്ളത് മനസ്സിലാവും. ഒരു സ്വർണ്ണത്തെ വേറൊരു സ്വർണ്ണമാക്കണമെങ്കിൽ തീയിൽ ഉരുക്കേണ്ടി വരും. അതേസമയം ഒരു കുട്ട മണ്ണ് വേറൊരു കുട്ട മണ്ണ് കൊണ്ടിട്ടാൽ പിറ്റേന്ന് നോക്കിയാൽ ഏതാണ് ഇട്ട മണ്ണ്, ഏതാണ് ആദ്യമുള്ള അടിസ്ഥാന മണ്ണെന്ന് മനസ്സിലാവും. ഒക്കെ കൂടിക്കൊണ്ടിട്ടുണ്ടാവും. അപ്പോൾ വളരെ പെട്ടെന്ന് മിങ്കിളാവാനും വളരെ പെട്ടെന്ന് ഒന്നായി മാറാനും ഒരുമയുടെ ഒരു കുന്നായി മാറാനും പാകതയുള്ള പൊട്ടൻഷ്യാലിറ്റിയുള്ള സാധനമാണ് മണ്ണ്. അതുകൊണ്ടാണ് മണ്ണ് കൊണ്ട് ആദ്യത്തെ മനുഷ്യനെ ഉണ്ടാക്കിയത്.